ചോദിച്ചു FIR ചോദിച്ചു. ഞാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തല സാർ പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിക്കാം. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? അതിന് ബാബുരാജ് ഒരു ആരോപണം മുന്നോട്ട് വെച്ചു. ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയില്ലേ, ഇതിപ്പോ ഇവരെ ഇറങ്ങി ഓടി അവിടുന്ന്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അമ്മ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്വേതാ മേനോന്റെയും രമേശ് പിഷാരടിയുടെയും ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ വോയിസിനകത്ത് ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ശ്വേതാ മേനോൻ തുറന്നു പറയുന്നുണ്ട്. ഈ ഒരു വോയിസ് പുറത്തു വിട്ടത് എനിക്ക് തോന്നുന്നത് ശ്വേതാ മേനോൻ ആണെന്നാണ്. കാരണം രമേശ് പിഷാരടി തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു, വളരെ വിശ്വസിച്ച് സംസാരിച്ച ഒരു കാര്യമാണ്, നമ്മുടെ പോലും അനുവാദം ഇല്ലാതെ പുറത്തു വിടുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ കറക്റ്റ് ആണ്. ഇവരെന്തിന്റെ പർപ്പസിലാണ് ഈ ഒരു സാധനം വെളിയിൽ വിട്ടതെന്ന് എനിക്കറിയത്തില്ല. രാവിലെ മാലാ പാർവതിയുടെയും അൻസിബ ഹസന്റെയും ഉഷയുടെയും ഒക്കെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അവരതിനകത്ത് ഗുരുതരമായുള്ള ആരോപണങ്ങളൊക്കെയാണ് ശ്വേതാ മേനോനെതിരെ പറയുന്നത്. ഈ നിമിഷം വരെയും അതിനൊന്നും അവർ മറുപടി കൊടുത്തിട്ടില്ല. എന്തായാലും നമുക്ക് അത് ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യം രമേശ് പിഷാരടിയോട് ശ്വേതാ മേനോൻ പറയുന്ന ഒരു കാര്യം, അതായത് അമ്മ ജനറൽ ബോഡി മീറ്റിംഗിൽ അശ്ലീല വാക്കുകൾ സംസാരിച്ചു, അതിന്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതൊന്ന് കേട്ടുക. ഇറ്റ്സ് നോട്ട് എ റൈറ്റ് ഫീലിംഗ് ടു മേക്ക്. നമ്മൾ പറയില്ലേ, ഞാൻ ഒരു സാധനം, ഞാൻ ഒരു സിനിമ ഡയറക്ട് ചെയ്തു എന്ന് പറഞ്ഞാല് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. ഇതിനകത്ത് അഡ്വോക്കറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഞാൻ ഗണേശനെ കൊണ്ടുവരുന്ന വലിയ തർക്കങ്ങൾ കഴിഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. അത് തരും. അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണമല്ലോ. നിങ്ങൾ വന്ന് നമ്മളെ അറിയിക്കുന്ന കാര്യങ്ങളും ഇതുമായിട്ട്. പക്ഷെ നിങ്ങളിപ്പോ രാജിവെച്ചു എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിഷു, അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്ത് പ്രൂവ് ചെയ്യാൻ? നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ്, എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു എന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പാഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാലാ പാർവതി, മായ വിശ്വനാഥ്, എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയർ ആയ ഓഡിയോസും വീഡിയോസും ഉണ്ട് എന്റെ അടുത്ത്. ഓക്കെ, അങ്ങനെ വീഡിയോയോ ഓഡിയോയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തിറങ്ങിയല്ലോ. ആ സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ അത് പുറത്തു വിട്ടില്ല? ബാബുരാജ് നിങ്ങൾക്കെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ മീഡിയക്ക് മുന്നിൽ വന്ന് പറഞ്ഞിരുന്നു. അതും തെളിവ് ഉൾപ്പെടെ എടുത്തു വെച്ചാണ് സംസാരിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു ഓഡിയോയെ പറ്റിയിട്ടോ വീഡിയോയെ പറ്റിയോ ഒന്നും നിങ്ങൾക്ക് പറയണ്ട. ഇപ്പൊ വന്നിരുന്ന് നിങ്ങൾ ഇങ്ങനെ പറയേണ്ട കാര്യം എന്തുവാ? ഇവർ ഓൾറെഡി രാജി പ്രഖ്യാപിച്ചു, പിന്നെയും അതിനകത്ത് കയറി പറ്റണമെന്ന രീതിയിലാണ് ഈ പുള്ളിക്കാരി കളിക്കുന്നത്. പബ്ലിക്കായിട്ട് രാജി വെച്ചിട്ട് പിന്നെയും അതിനകത്തോട്ട് കയറണം. ആ വലിഞ്ഞു കയറാൻ നോക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ. എന്തായാലും ഇപ്പൊ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണങ്ങളൊക്കെയാണ് മാലാ പാർവതി നിങ്ങൾക്കെതിരെ പറയുന്നത്. BJPയുടെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചു എന്ന രീതി. പിന്നെ ഇവര് പറഞ്ഞല്ലോ അശ്ലീല വാക്കുകൾ സംസാരിച്ചെന്ന്. അതിനൊരു മറുപടി ഇവര് പ്രസ് മീറ്റിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേട്ടുക. അവർ ഉന്നയിച്ച മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ജനറൽ ബോഡിയിൽ അവരെ ഒരുപാട് മോശമായിട്ട് പല പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മായ വിശ്വനാഥ്, അതുപോലെ ബാബുരാജ്, സിദ്ദിഖ്, ഇവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പഹാജ, മജീദ് ക, അങ്ങനെ കുറെ പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് അശ്ലീലം പറഞ്ഞു എന്നാണ് ആ ഓഡിയോ ക്ലിപ്പിൽ അവർ ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെ അശ്ലീലം എന്ന് പറഞ്ഞിട്ട് അവർ വന്നപ്പോ മുതല് അവരെ കേൾക്കാൻ ഞങ്ങൾ സ്ത്രീകൾ തയ്യാറായി. സ്ത്രീകൾ മുമ്പിൽ നിന്ന് തന്നെ ശ്വേത എന്നെ ഉൾപ്പെടെ കുറച്ചുപേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജനറൽ ബോഡിക്ക് മുമ്പ്. ഞങ്ങൾക്ക് ചേച്ചി സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് പറയാനുണ്ട് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഈ കാലയളവിൽ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് വിശദീകരണം ഉണ്ടാവും. അപ്പൊ ഞാനും പറഞ്ഞു അത് ഞങ്ങൾക്ക് കേൾക്കണം, അത് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഉണ്ടാക്കി തരണം. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കും. എന്നിട്ട് നീതി എവിടെയാണ്, ശരി എവിടെയാണോ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുള്ളൂ. നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യൂ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ ജനറൽ ബോഡിക്ക് മുമ്പാണ് ഇത് സംഭവിച്ചത്. പക്ഷെ ജനറൽ ബോഡി തുടങ്ങി ഇവർ വന്നതിന് ശേഷം അവര് ഈ കഴിഞ്ഞ കാലയളവിൽ നടന്ന ഒരു കാര്യങ്ങളും സംസാരിക്കുന്നില്ല. കേട്ടല്ലോ, ജനറൽ ബോഡി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോലും ഇവർക്ക് സംസാരിക്കാൻ ഒരു അവസരം കൊടുത്തില്ല. ഇവര് അവസരം ചോദിച്ചു വാങ്ങുകയായിരുന്നു, പ്രത്യേകിച്ച് അൻസിബ ഹസൻ. അങ്ങനെയാണ് സംസാരിച്ചത്. പിന്നെ ഇവര് പറയുന്നുണ്ടല്ലോ അശ്ലീലമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു എടുത്തു എന്നൊക്കെ.
എന്തുകൊണ്ട് ഇവരുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ, എവിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേസ് കൊടുത്തുകൂടാ? ശ്വേതാ മേനോനെ പോലെ ഒരാള് ഇതുപോലെ എവിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിന് മുമ്പേ അതിനൊരു വ്യക്തത വേണം. അല്ലാതെ വന്നിരുന്ന് സംസാരിക്കരുത്. സംഭവമൊക്കെ ഇപ്പൊ ഏതാണ്ട് തിരിഞ്ഞു വന്നിരിക്കുവാണ്. ശ്വേതാ മേനോൻ BJP പാർട്ടിയിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചത്. സകലമാന എവിഡൻസ് ഇവരിപ്പോ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതിനൊന്നും ശ്വേതാ മേനോൻ ഒന്നും പറയാനില്ല. ഇവര് നിൽക്കുന്ന ആരുടെ കൂടെയാണ്? ശ്വേതാ മേനോൻ, ഈ ടിനി ടോമും അതുപോലെ തന്നെ ബാക്കി ലക്ഷ്മി പ്രിയ, അവരുടെയൊക്കെ കൂടെയാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. അവരുടെ കൂടെ കൂട്ടു നിന്നിട്ടാണ് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കംപ്ലൈന്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ടല്ലോ. ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നിങ്ങളെയൊക്കെ? അവർ വന്നിട്ട് സംസാരിച്ചത് മുഴുവനും അതിനു മുൻപ് തന്നെ നേരെ നോക്കിയാൽ TV വാങ്ങു പോലെ നിന്ന അംഗങ്ങളാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളുമാണ്. അവരൊക്കെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവരെല്ലാവരും ഒരുമിച്ച് വേദിയിൽ സന്തോഷം, നമുക്ക് സന്തോഷം, അവർ അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. പക്ഷെ അവിടെ വന്നതിന് ശേഷം അവർ ഭയങ്കര ആക്ടിങ് ആയിരുന്നു. എല്ലാവരും വന്നിട്ട് അവർ സംസാരിച്ചത് മുഴുവനും അവരുടെ ഭാഗം കേൾക്കാനാണ് ഈ ജനറൽ ബോഡിയിലുള്ള ആൾക്കാർ അത്രയ്ക്ക് നാണക്കെട്ടിരിക്കും. അമ്മയിലെ അംഗങ്ങൾ മുഴുവനും അതിനെ കുറിച്ച് അവരൊന്നും പറയുന്നില്ല. അവർ പറഞ്ഞത് മുഴുവനും 1500 രൂപ പെൻഷൻ നമ്മൾ കൂട്ടുകയാണ്. ഈ 1500 രൂപ കഴിഞ്ഞ കമ്മിറ്റി 5000 കൂട്ടാനിരുന്നതാണ്. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ബിഗ് TV എടുത്ത ഒരു തീരുമാനം അത് അടിപൊളിയായിരുന്നു കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഈ ഒരു ഈ അമ്മട്ടി ഈ സംഘടനയെ കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങളിലേക്ക് ചീള് കേസിലേക്ക് ഇതാക്കാനായിട്ട് അവർക്ക് താല്പര്യം ഇല്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല തീരുമാനം തന്നെയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഡെയിലി ഇങ്ങനെ ഇതിന് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമല്ലേ? ഓരോരോ കേസുമാണ് ഡെയിലി വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പൈസ തട്ടിച്ചു, ഇങ്ങോട്ട് പൈസ തട്ടിച്ചു, അവിടെ പൈസ തട്ടിച്ചു, ഇവിടെ പൈസ തട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. അൻസിബയ്ക്ക് തന്നെ നീതി കിട്ടിയോ എന്ന് ആലോചിക്കും. ഇവരെല്ലാം രാജിവെച്ച് വെളിയിൽ വന്നതിന് ശേഷമാണ് അൻസിബയ്ക്ക് നീതി കിട്ടിയത്. അല്ലാതെ എന്ത് നീതിയാണ് കിട്ടിയത്? പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ നീതി കിട്ടിയോ? പോലീസുകാരുടെ അടുത്ത് നിന്ന് കിട്ടിയ അനുഭവത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിട്ടാണ് അൻസിബ വന്ന് പറഞ്ഞിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ഒരു കേസും അതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു പറഞ്ഞിട്ട് പോലും പോലീസുകാര് FIR ഇട്ടില്ല എന്ന് പറയുന്നു. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അതിനുശേഷം ഞാൻ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിന്റെ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു. ഞാനൊരു 15 or 20 തവണ ഞാൻ റിംഗ് ചെയ്തിട്ടാണ് വിളിച്ചത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കണം അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു FIR ഇട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ രമേശ് ചെന്നിത്തല സാർ പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ഫോൺ കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം എന്നെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. എന്റെ CI വിളിച്ചിട്ട് പറഞ്ഞു എന്റെ പേര്, വയസ്സ്, കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തു, അക്നോളജ്മെന്റ് അയച്ചിട്ടുണ്ട്, ഞാൻ പരാതി കൊടുത്തത്. അപ്പൊ ഞാൻ ചോദിച്ചു FIR ഇടുന്നില്ലേ സാർ? അല്ല, അത് ഞങ്ങള് 14 ദിവസം മുമ്പ് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. ഒരു പെൺകുട്ടിക്കെതിരെ സ്ലട്ട് ഷേവിംഗിന്റെ ഏറ്റവും മാക്സിമം ആണ് ട്രെയിലറും ടീസറും പ്രീമിയറും അടക്കം ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ സത്യമല്ലേ? ലക്ഷ്മി പ്രിയ ആണെങ്കിലും ടിനി ടോം ആണെങ്കിലും എത്രത്തോളം മോശമായിട്ടാണ് അൻസിബയെ പറ്റി സംസാരിച്ചിരിക്കുന്നത്. എന്ത് ആക്ഷൻ ആണ് എടുത്തത്? പോലീസ് സ്റ്റേഷനിലൊക്കെ പല സ്ത്രീകളും ചെല്ലുന്നത് അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പോലീസുകാർ തന്നെ ഇങ്ങനെ ഒരു ബിഹേവിയർ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് അൻസിബ സംസാരിക്കുന്നത്. ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു ഇത് സംഭവിക്കരുത്. കേസുമായിട്ട് എന്തെങ്കിലും കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു നീതിയാണ് കിട്ടേണ്ടത്. എന്നിട്ടാണ് പോലീസുകാർ പറയുന്നത് ഇത് പ്രിലിമിനറി എൻക്വയറി നടത്തണമെന്ന്. പ്രഥമ ദൃഷ്ടിയ തന്നെ കേസുണ്ട്. FIR ഇട്ടാൽ എന്താണ് കുഴപ്പം? FIR ഇട്ടിട്ട് കഴമ്പില്ലെങ്കിൽ കളയാലോ. പക്ഷെ പ്രിലിമിനറി എൻക്വയറി മാത്രമാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, കേരളത്തിലുള്ള പോലീസ് സ്റ്റേഷനുകൾ എല്ലാം ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നുണ്ട്. എനിക്ക് ആഭ്യന്തരമന്ത്രിയോടുള്ള റിക്വസ്റ്റ് ആണ്, ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് സാധാരണക്കാര് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വരുന്ന സമയത്ത് ആ പരാതി എടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പരാതിക്കാർക്ക് സ്വാധീനവും പണവും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പരാതി എടുക്കില്ലേ? ആരോപണ വിധേയരായിട്ടുള്ളവരെ സഹായിക്കാനാണോ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓപ്പറേഷൻ തൂഫാനോടൊപ്പം ഈ ഒരു
വിഷയത്തിൽ 100% ഞാൻ അൻസിബയെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യം അൻസിബ തന്നെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞ കാര്യമാണ്. അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷനും ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് കുറെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളും ചീത്ത വിളിയും ഒക്കെ. നേരം വെളുത്ത രാത്രിയാവുന്നവരെ ഡെയിലി ഇത് തന്നെയാണ്. ഇതിനൊരു അവസാനം ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ അമ്മയെ കൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത് ഈ ഓൾഡ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പഴയ പിന്നെ അഭിനയിക്കുന്ന ആക്ട്രസ് ആണെങ്കിലും അവർക്കൊക്കെ ഈ വയ്യായിക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മെഡിസിനും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇവര്. ആ ഒരു പിന്നെ പെൻഷനും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ ഗുണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇതിനകത്ത് എന്താണുള്ളത്? എന്തെങ്കിലും ഒരു ഗുണമുള്ള കാര്യമുണ്ടോ? കുറെ നാൾക്ക് മുമ്പ് വന്ന ഒരു കാര്യമല്ലേ, ശ്വേതാ മേനോൻ അമ്പല കമ്മിറ്റിക്കാരുടെ അടുത്ത് നിന്ന് 65 ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ അമ്പലത്തിലൊക്കെ പ്രൊമോഷൻ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഭക്തജനങ്ങളുടെ പൈസയൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഈ കളി. ഇനി മാലാ പാർവതി ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ശ്വേതാ മേനോനെതിരെ വെക്കുന്നുണ്ട്. നമുക്ക് അതും കൂടെ കണ്ടുനോക്കാം. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള അമ്മ ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അൻസിബ ഹസൻ, ഉഷാ ഹസീന, മാലാ പാർവതി തുടങ്ങിയവരും ആരോപണം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നൽകാമെന്ന് പറഞ്ഞ ശ്വേതാ മേനോൻ ബിജെപിയിൽ നിന്ന് 2 കോടി വാങ്ങിയെന്ന് മാലാ പാർവതി ആരോപിച്ചു. ഇക്കാര്യം പുറത്തു കൊണ്ടുവന്നത് ബാബുരാജാണെന്നും മാലാ പാർവതി പറഞ്ഞു. കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങാൻ ശ്വേത ഇടപെട്ടുവെന്ന് മുൻ ബിജെപി കൗൺസിലർ പറയുന്ന വീഡിയോയും മാലാ പാർവതി പങ്കുവച്ചു. അൻസിബ പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബയോടൊപ്പം നിന്ന് ഇവർക്ക് ഉത്തരവില്ലാതെയായി എന്നുള്ളത് സത്യമാണ്. അതിന് ബാബുരാജ് ഒരു ആരോപണം മുന്നോട്ട് വെച്ചു. ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയില്ലേ. ഇത് ജനറൽ ബോഡി സീരിയസ് ആയിട്ട് എടുത്തൊരു ആരോപണമൊന്നുമല്ല. പിറ്റേ ദിവസം ലക്ഷ്മിപ്രിയ പറയുമ്പോഴാണ് നമ്മൾ ഇത് ഇത്ര ഗൗരവം ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുന്നത്. അപ്പൊ ഇവര് ഇറങ്ങി ഓടി അവിടുന്ന്. കേട്ടല്ലോ, ബാബുരാജ് ഇതുപോലൊരു ആരോപണം പറഞ്ഞ സമയത്തായിരുന്നു ശ്വേതാ മേനോൻ ഉൾപ്പെടെ എല്ലാവരും പോയിട്ട് രാജിവെച്ചത്. രാജി തിരിച്ചു പറയാനായിട്ട് ഒരു ആൻസർ ഇല്ലായിരുന്നു. അപ്പൊ സംഭവം ഉള്ളത് തന്നെയാണ്. നിങ്ങൾ ഇത്രയും വലിയ സ്കാമും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് അൻസിബയ്ക്ക് ഒരു നീതിയും വാങ്ങിച്ചു കൊടുക്കാനത്. അമ്മയെന്ന് പേര് സ്ത്രീകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിയും ഇടിയും. എന്തിനാണ് ഓടുന്നത്? നമ്മളോടൊരു അനാവശ്യമായ ആരോപണം പറഞ്ഞാൽ തിരിഞ്ഞു നിന്നത് ആരോടോ ഒന്നല്ലേ തിരിച്ചു ചോദിക്കുക. അങ്ങനെ ചോദിക്കാതെ അവരിറങ്ങി ഓടിയത് എന്തിനാണ്? നമുക്ക് മനസ്സിലാവുന്നില്ല അവരെന്തിനാണ് അങ്ങനെ ഓടിയതെന്ന്. അതിനുശേഷം ഞാൻ പോവുകയാണ്, അംഗത്വം രാജിവെച്ച് പോവുകയാണെന്ന് പ്രഖ്യാപിച്ച് അവർ പോയി. 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവിടെ കുറെ പരിപാടികളുണ്ട്. കേട്ടല്ലോ, ഇത് ഒന്നാമത്തെ കാര്യം. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധം എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സംസ്ഥാന നേതാവാണ്, മുൻ കൗൺസിലറാണ് ശ്രീമതി പത്മജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവര് എങ്ങനെയാണ് ഈ വിഷയം സംസാരിക്കുന്നത്? ഇവര് അമ്മയുടെ നേതാവാണോ? ശ്വേത പലവട്ടം പറഞ്ഞു അവര് കോൺഗ്രസ് ആണ്. അവർക്ക് കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആവാം, അല്ലെങ്കിൽ CPI ആകാം. ഞങ്ങൾക്ക് ആർക്കും അതിൽ ഒരു വിരോധവുമില്ല, ഒരു അയിത്തവുമില്ല. പക്ഷേ ഇവിടെ ഇതിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ എതിർക്കും. ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ചോദ്യം ചെയ്യുമ്പോഴാണ് അൻസിബയെ പോലുള്ളവർ കള്ളികളായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് അൻസിബയൊക്കെ കൂട്ടത്തോടെ എല്ലാവരും ആക്രമിക്കുന്നത്. ഇത് ശ്വേതാ മേനോന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ടിനി ടോമിന്റെ കാര്യത്തിലും അന്വേഷിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ കിട്ടും. ഇത്രയും ഗുരുതരമായ ആരോപണം കേട്ടിട്ടും ശ്വേതാ മേനോൻ കമാന്ന് പറയുന്ന ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. വളരെ ബൈ.